മഴയത്ത് തകർന്നു പോയത്. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നോ? അതെല്ലാം നിങ്ങൾ ഓടി രക്ഷപ്പെട്ടതാണോ? എങ്ങനെയാണ്? എൻ്റെ കുടുംബത്തിന് ജീവിതയാത്രങ്ങൾ അറിഞ്ഞ് കോഴിക്കോട്ട് നിന്ന് വന്നൊരു സാറാ ഞങ്ങളെ കഷ്ടപ്പാട് കണ്ട് സഹായിക്കാമെന്ന്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും ആരും ഇതുവരെയും തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനൊന്നും തയ്യാറായിട്ടില്ല. പക്ഷേ അവിടുന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയുന്ന അപ്പോഴും തന്നെ അവിടുന്ന് തിരികെ ചെയ്തത്. ഇന്നലെ സാറ് രാത്രി കൊട്ടാരക്കര 12:15 കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ വരുന്നത്. ആ എഫർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ മുമ്പ് താമസിക്കുന്ന വീടായിരുന്നു അല്ലേ? അപ്പൊ ഇത് എങ്ങനെ ഇത് തകർന്നു പോയതാ? അതിനുശേഷമാണ് ഈ വീട്. അപ്പൊ ഇതാണ് ഇവരെ വീട്. എന്താ എന്തൊക്കെയാണമ്മേ? ആണോ? ഓക്കെ ഓക്കെ. അയ്യോ, ഇവിടെ ലൈറ്റ് ഇല്ലെന്ന്. ലൈറ്റ് ഉണ്ട്. ഇടുവോ? ആ അതെ, ഇതാണ് അവസ്ഥ. ഇവിടെ നിന്നാണ്. ഇത് എങ്ങനെയെങ്കിലും ഇവിടെ താമസിക്കുന്നത്? ആണല്ലേ. നമസ്കാരം, ഞാൻ സന്തോഷ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിലാണ്. ഈ സ്ഥലം ഏതാണ് കറക്റ്റ്? പുത്തൂർമുക്ക് എന്ന സ്ഥലത്താണ്. ഇവിടെ രാധ എന്ന് പറഞ്ഞ അവർക്ക് അവരുടെ വീട് ഇങ്ങനെ തകർന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ 2 വർഷമായി തകർന്നു കിടക്കുകയാണ്. സർക്കാരിൻ്റെ ഇത് വേറെ സഹായമൊന്നും കിട്ടിയില്ല, വീടിനായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് എന്തോ ഇത് എത്ര സെന്റ് സ്ഥലമാണ് ശരിക്കും? 4 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ടാണ് ലൈഫിലൊന്നും കിട്ടാത്തത്? സ്വന്തം പേരിലില്ല. ഭർത്താവ് മരിച്ചിട്ട് 2020 മരിക്കുന്നത്. എന്തായാലും ജോലി ഭർത്താവിന് വാട്ടർ പ്രൂഫിന്റെ പണിയായിരുന്നു. ആണല്ലേ? വാർപ്പൊക്കെ അങ്ങനെ അതിന്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നായിരുന്നു. അങ്ങനെ മരിച്ച ഇവിടെ കൊണ്ടുവന്ന് ഹെൽത്തുകാരായിരുന്നു എല്ലാ ചടങ്ങും എല്ലാം ചെയ്തിരുന്നു. വീട് അത് കഴിഞ്ഞ അന്നേരമൊക്കെ ഞങ്ങൾ അതിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട് അങ്ങനെ നല്ല മഴയത്ത് തകർന്നു പോയത്. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നോ? അതെല്ലാം നിങ്ങൾ ഓടി രക്ഷപ്പെട്ടതാണോ? എങ്ങനെയാണ്? ഓടി രക്ഷപ്പെട്ടില്ല. വീട് പിന്നെ മൊത്തത്തിൽ എന്റെ മേക്കൂരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയപ്പോഴേ ടാർപ്പ മേടിച്ച് ഇങ്ങനെ കെട്ടി ഞങ്ങളാണ് കിടക്കുന്നത്. അതിനകത്ത് എല്ലാം പാചകം ചെയ്തിട്ടേ ഉള്ളായിരുന്നു. തീരങ്ങ് പനിലായി. ഇവിടെ പാരൊക്കെയുള്ള ഇപ്പൊ ഈ നിങ്ങളെന്തൊരു വീട് എന്ന് പറയാൻ പറ്റില്ല. ഞാനും എന്റെ 2 മക്കളും എന്റെ അമ്മയുണ്ട്. നിങ്ങളും എന്റെ 2 അമ്മയാണ്. നിങ്ങളെ മക്കള്? എന്റെ മക്കള് അവർ 2 പേരും ആണല്ലേ. എന്ത് ചെയ്യുന്നു മോനെ? ഇവനെങ്ങനെ പഠിക്കും? മാക്സിമം പഠിക്കണം അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആകെ വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. നീ എതിരല്ല? കിട്ടിയില്ല സാറേ. ശരിക്കും നിങ്ങൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് പിന്നെ അമ്മ എനിക്കിങ്ങനെ വർഷത്തിലൊരു സിനിമയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന ചെറിയ വരുമാനം എടുത്തിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനമേ ഉള്ളൂ. അപ്പോൾ അതിന് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ഷീറ്റും GI പൈപ്പൊക്കെ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മളെ വരുമാനത്തിന് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ചിലപ്പോൾ നമ്മളെ കൂടെ തന്നെ വന്നിട്ട് അവരുടെ ഭാഗത്ത് എനിക്ക് ചെറിയ സഹായമൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അല്ല എന്നാലും ജനറലി നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ടല്ലോ. തൽക്കാലങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് അല്ലേ ഒരു ഇടക്കാല ആശ്വാസം അത്രയും കണ്ട് നടക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, എല്ലാം ശരിയാവും.
നിങ്ങളുടെ എൻ്റെ കുടുംബത്തിനെയും ജീവിത ചരിത്രങ്ങൾ അറിഞ്ഞ് കോഴിക്കോട്ട് നിന്ന് വന്നൊരു സാറാ ഞങ്ങളെ കഷ്ടപ്പാട് കണ്ട് സഹായിക്കാമെന്ന് നന്ദി, നമസ്കാരം. എൻ്റെ പേര് സജി കൊല്ലം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കുളക്കട പഞ്ചായത്തിലെ പുത്തൂർ മുക്കിലെ ആണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അമ്മയുടെ വീട്ടിൻ്റെ സാഹചര്യം മനസ്സിലാക്കി നമ്മളത് സന്തോഷ് സാറിനെ അറിയിക്കുകയും കേരളത്തിലൊരു മനുഷ്യൻ്റെ ഒരു വേദന പറഞ്ഞാൽ അത് അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നു. ഒരു മനുഷ്യ സ്നേഹി ജനങ്ങളുടെ വിഷമത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് സാറ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കൊല്ലം ജില്ലയിൽ നിന്നിവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൈത്താങ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മൾ കണ്ടു കാണും. ഈ വീടിൻ്റെ അവസ്ഥയും ഇവിടുത്തെ ജീവിത സാഹചര്യം ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും ആരും ഇതുവരെയും തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനൊന്നും തയ്യാറായിട്ടില്ല. പക്ഷേ അവിടുന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയുന്ന അപ്പോഴും തന്നെ അവിടുന്ന് തിരികെ ചെയ്തത്. ഇന്നലെ സാറ് രാത്രി കൊട്ടാരക്കര 12:15 കൊട്ടാരക്കര KSRT സ്റ്റാൻഡിൽ വരുന്നത്. ആ എഫർട്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്രയും മാത്രമാണ് അദ്ദേഹം ജനങ്ങളെ സ്നേഹിക്കുന്നത്, സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നല്ല മനസ്സിന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെയും എല്ലാ രീതിയിലുള്ള നന്ദിയും കടപ്പാടും കൂടി ഞങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. സാറ് കോഴിക്കോട് നിന്ന് ഇത്രയും എഫർട്ട് എടുത്ത് ഇവിടം വരെ എത്തി നമ്മൾ പറഞ്ഞ ഈ കാര്യത്തിന് ഇവിടെ വന്ന് കാണുകയും അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സാറിന് 1000 നന്ദി. അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറും. വിഷമിക്കരുത്, കരയരുത്. അല്ലേ? എൻ്റെ വീഡിയോയിലൊന്നും ആരും കരയാറില്ല. സൈഡിലായിട്ട് നമ്മളൊരു കുത്തനെയാക്കി വെക്കണേ. ഇങ്ങനെ വെക്കൂല്ലേ? അദ്ദേഹത്തെ ലാഭത്തെ കാര്യം പിന്നെ ഇവിടെ വേണേ വെച്ചോട്ടെ. അതിന് അതിൻ്റെ കൂടെ തന്നെ